ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. അറിവിന്റെ ഔന്നത്യത്തിൽ തന്നെ നിന്നുകൊണ്ട് ആ അറിവിനെ യഥാർത്ഥ ജീവിതത്തിൽ പ്രയോഗക്ഷമമാക്കി തീർക്കേണ്ടത് എങ്ങനെയെന്ന് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുകയാണ് ശ്രീനാരായണ ഗുരു ചെയ്തത്. സെപ്റ്റംബർ 21 ശ്രീനാരായണ ഗുരു സമാധി ദിനം. പ്രധാന വാർത്തകളിലേക്ക്. ഇടതുപക്ഷത്തിന് ബദലായി BJP വളരുമെന്ന് ദേശീയ നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് PS ശ്രീധരൻ പിള്ള. പരസ്യ ബോർഡുകൾ മലിനീകരണത്തിന് കാരണമാകരുതെന്ന് മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ. ഓക്ക് വാർഷിക സമ്മേളനം കോഴിക്കോട്. ഗുരുദേവന്റെ 89ാം സമാധി ദിനാചരണം. ജില്ലയിൽ വിവിധ പരിപാടികൾ. വിശദമായ വാർത്തകളിലേക്ക്. ഇടതുപക്ഷത്തിന് ബദലായി കേരളത്തിൽ BJP വളരുമെന്ന് മുൻ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് PS ശ്രീധരൻ പിള്ള. ഈ സന്ദേശമായിരിക്കും ദേശീയ സമ്മേളനം ലോകത്തിന് തുറന്നുകാട്ടുകയെന്നും അദ്ദേഹം പറഞ്ഞു. കൌൺസിലിന് മുന്നോടിയായി മാധ്യമങ്ങളുമായുള്ള കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം ഈ കാര്യം പറഞ്ഞത്. BJP ദേശീയ കൌൺസിലിന്റെ 2ാം ദിനത്തിൽ കോഴിക്കോട് തളി സാമൂതിരി ഹൈസ്കൂൾ അങ്കണത്തിൽ വെച്ച് സ്മൃതി സന്ധ്യ നടക്കും. 1967 കോഴിക്കോട് നടന്ന ഭാരതീയ ജനസംഘം 14ാം ദേശീയ സമ്മേളനത്തിൽ പങ്കെടുത്തവരെയും 75ലെ അടിയന്തരാവസ്ഥയിൽ ത്യാഗം സഹിച്ചവരും പോരാട്ടം നടത്തിയവരുമായ ദേശസ്നേഹികളെ ഈ ചടങ്ങിൽ ആദരിക്കും. സ്മൃതിസന്ധ്യ വിജയിപ്പിക്കാൻ പാർട്ടി തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തിയാക്കിയെന്ന് BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള പറഞ്ഞു. കൂടാതെ കഴിഞ്ഞ 2 നൂറ്റാണ്ടുകൾ വിലയിരുത്തുമ്പോൾ മാനവരാശിയെ സ്വാധീനിച്ച പ്രത്യയശാസ്ത്രങ്ങൾ ക്യാപിറ്റലിസവും കമ്മ്യൂണലിസവുമാണെന്നും ഇന്ന് ഈ ഇസങ്ങൾ പരാജയപ്പെടുകയോ കാലഹരണപ്പെടുകയോ ചെയ്തുവെന്നും അദ്ദേഹം പറഞ്ഞു. കൂടാതെ ഇന്നത്തെ ആശയക്കുഴപ്പങ്ങളുടെ ചുറ്റുപാടിൽ ഭാരതീയതയിലൂന്നിയ ഏകാത്മക മാനവ ദർശനം പ്രത്യയശാസ്ത്ര രംഗത്ത് 3ാം വഴിയായി മാറുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. UDF ആന്തരിക സംഘർഷങ്ങളും പടലപ്പിണക്കങ്ങളും കൊണ്ട് തകരുകയാണ്. ഇടതുപക്ഷത്തിന് ബദലായി BJP മാറുമെന്നും PS ശ്രീധരൻപിള്ള പറഞ്ഞു. ദേശീയ കൌൺസിൽ ഈ സന്ദേശമായിരിക്കും ലോകത്തിന് കൈമാറുകയെന്നും അദ്ദേഹം പറഞ്ഞു. കൂടാതെ 22-ന് 11 മണിക്ക് കരിപ്പൂർ വിമാനത്താവളത്തിലെത്തുന്ന BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷായ്ക്ക് ആയിരക്കണക്കിന് പ്രവർത്തകർ ചേർന്ന് വൻ വരവേൽപ്പ് നൽകും. BJP സംസ്ഥാന അധ്യക്ഷനും കോർ കമ്മിറ്റി അംഗങ്ങളും സ്വീകരണത്തിന് നേതൃത്വം നൽകും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ശ്രീനാരായണ ഗുരുദേവ സ്മരണയിൽ ജില്ലയിൽ സമാധി ദിനാചരണം. ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന 89ാം സമാധി ദിന പരിപാടികൾ ഗണപതി ഹവനത്തോടെയാണ് ആരംഭിച്ചത്. ഗുരുവിഹാരത്തിൽ സമൂഹ പ്രാർത്ഥനയും നടന്നു. ശ്രീനാരായണ ഗുരുദേവന്റെ 89ാമത് സമാധി ദിനം ഗുരുദേവനെ ധ്യാനിച്ചും പ്രാർത്ഥിച്ചും ഗുരുദേവ ഉപാസനകളിൽ മുഴുകിയും ആചരിച്ചു. കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രയോഗത്തിന്റെ ആഭിമുഖ്യത്തിലും വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. പുലർച്ചെ ഗണപതി ഹവനത്തോടെ പരിപാടികൾ ആരംഭിച്ചു. തുടർന്ന് ശാന്തിഹോമം, ഗുരുപൂജ, ഗുരുദേവ കൃതികളുടെ അഖണ്ഡനാമജപം, മധ്യാഹ്ന പൂജ, ഗുരുവിഹാരത്തിൽ സമൂഹ പ്രാർത്ഥന എന്നിവ നടന്നു. സമൂഹ പ്രാർത്ഥനയ്ക്ക് ശേഷം ഗുരുദേവനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് 3 പ്രാവശ്യം ഗുരുവിഹാരത്തെ പ്രദക്ഷിണം ചെയ്ത് മൌനജാതിയായി പാർത്ഥസാരഥി മണ്ഡപത്തിലേക്ക് നീങ്ങി. തുടർന്ന് നടന്ന സമാധിദിന സമ്മേളനത്തിൽ ശ്രീകണ്ഠേശ്വര ക്ഷേത്രയോഗം പ്രസിഡന്റ് PV ചന്ദ്രൻ അധ്യക്ഷം വഹിച്ചു. തലശ്ശേരി ശ്രീനാരായണ മിഷൻ ചെയർമാൻ രവീന്ദ്രൻ പൊയിലൂർ ഗുരുദേവ ദർശനം എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി. ശ്രീകണ്ഠേശ്വര ക്ഷേത്രയോഗം വൈസ് പ്രസിഡന്റ് P സുന്ദർദാസ്, കൺവീനർ KP അനേഘ്, E അനിരുദ്ധൻ എന്നിവർ സംബന്ധിച്ചു. തുടർന്ന് ശ്രീകണ്ഠേശ്വര ക്ഷേത്ര ഭജന സമിതിയുടെ ഭജനയും ഉണ്ടായിരുന്നു. ശ്രീനാരായണ മിഷൻ മന്ദിരത്തിന്റെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരു സമാധി ദിനത്തിൽ സമൂഹ പ്രാർത്ഥന സംഘടിപ്പിച്ചു. മിഷൻ പ്രസിഡന്റ് PP വിജയരാഘവൻ ഗുരുവിന്റെ ഛായാപടത്തിൽ ദീപം തെളിച്ചാണ് പരിപാടിക്ക് തുടക്കമായത്. അനിത കനകരാജൻ, ലസിത പ്രകാശ്, ഭാനുമതി തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പ്രാർത്ഥന നടന്നത്. തുടർന്ന് വിദ്യാർത്ഥികൾക്കുള്ള പഠന സഹായ വിതരണവും നടന്നു. മിഷൻ സെക്രട്ടറി K കനകരാജൻ, ട്രഷറർ P കിഷൻ ചന്ദ്, അഡ്വക്കേറ്റ് പ്രേംകുമാർ, ശശിധരൻ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.
ആയിരക്കണക്കിന് ആളുകൾ സ്വയം തൊഴിൽ കണ്ടെത്തുന്ന മേഖലയാണ് പരസ്യമേഖലയെന്ന് മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ. തദ്ദേശ വരുമാനത്തിന്റെ നല്ലൊരു ഭാഗവും പരസ്യനികുതിയിൽ നിന്നും ലഭിക്കുന്നുണ്ടെന്നും മേയർ പറഞ്ഞു. ഓക്കിന്റെ 3ാം വാർഷിക സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഔട്ട്ഡോർ അഡ്വർടൈസേഴ്സ് അസോസിയേഷൻ ഓഫ് കേരളയുടെ 3ാമത് വാർഷിക സമ്മേളനം കോഴിക്കോട് ടൗൺ ഹാളിൽ നടന്നു. പരസ്യകലാരംഗത്ത് സ്ഥിരമായി പ്രവർത്തിക്കുന്നവരുടെ സംഘടനയാണ് ഓക്ക്. പരസ്യരംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക, ന്യായമായ അവകാശങ്ങൾ നേടിയെടുക്കുക, തൊഴിൽ സംരക്ഷണം ഉറപ്പാക്കുക തുടങ്ങിയവയാണ് ഓക്കിന്റെ പ്രവർത്തന ലക്ഷ്യം. കോഴിക്കോട് മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പരസ്യ ബോർഡുകൾ മലിനീകരണത്തിന് കാരണമാകരുതെന്നും പരസ്യം നിശ്ചയിക്കാവുന്ന ബോർഡുകൾ സ്ഥാപിക്കണമെന്നും താൽപര്യമെങ്കിൽ പരസ്യമേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ ഉന്നമനത്തിനായി ഓക്കുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്നും മേയർ പറഞ്ഞു. നല്ല കഴിവുള്ള നിരവധി പേരുള്ള വലിയൊരിത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം ഇപ്പോൾ ഇവിടെ ചൂണ്ടിക്കാണിച്ചത് പരസ്യനികുതിയാണ്. പരസ്യനികുതി എന്ന് പറഞ്ഞാൽ അത് ഗവൺമെന്റ് നിശ്ചയിക്കുന്നതാണ്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ വരുമാനത്തിലെ വലിയൊരു പങ്കാണ് സത്യത്തിൽ ഈ പരസ്യനികുതിയിലൂടെ. സംഘടനാ പ്രസിഡന്റ് മുരളി ബേപ്പൂർ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ സെക്രട്ടറി ദിനേശ് കെ ടി റിപ്പോർട്ട് അവതരിപ്പിച്ചു. സമ്മേളനത്തോടനുബന്ധിച്ച് ഓക്ക് അംഗം മിനി ബദിരൂരിന്റെ അമ്പിളിയുടെ പുസ്തകങ്ങൾ എന്ന പുസ്തക പ്രകാശനവും നടത്തി. തുടർന്ന് സൈക്കോളജിക്കൽ കൌൺസിലർ ഡോക്ടർ കെ കെ കുഞ്ഞഹമ്മദിന്റെ നേതൃത്വത്തിൽ ടീം ബിൽഡിംഗ് ആൻഡ് ലീഡർഷിപ്പ് എന്ന വിഷയത്തിൽ പഠന ക്ലാസും പ്രസിദ്ധ നാടൻപാട്ട് കലാകാരൻ ഭാസ്കരൻ തോട്ടത്തിലിന്റെ നാടൻപാട്ടും അരങ്ങേറി. ടി പി സുരേഷ്, അഡ്വക്കേറ്റ് പി ഗവാസ്, അഡ്വക്കേറ്റ് എ വി അൻവർ, ഫൈസി, ദിനേശ് ബാബു മണ്ണൂർ, സലീം മക്കട തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വകുപ്പ് മേധാവികളുടെ ഉത്തരവ് നടപ്പാക്കാതെ ക്ലാസ് 4 ജീവനക്കാരുടെ പ്രൊമോഷൻ സാധ്യത അട്ടിമറിക്കുകയാണെന്ന് കേരള ഗവൺമെന്റ് ക്ലാസ് 4 എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന കമ്മിറ്റി. ഒക്ടോബർ 2-ന് നളന്തയിൽ നടക്കുന്ന യൂണിയന്റെ ജില്ലാ സമ്മേളനത്തിൽ വിശദാംശങ്ങൾ വിവരിക്കവെയാണ് ഇക്കാര്യം പറഞ്ഞത്. വിവിധ വകുപ്പുകളിലെ ക്ലർക്ക്, ടൈപ്പിസ്റ്റ് തസ്തികകളിലെ 10% അതത് വകുപ്പുകളിലെ ക്ലാസ് 4 വിഭാഗം ജീവനക്കാർക്ക് ഉദ്യോഗ കയറ്റത്തിനായി സംവരണം ചെയ്തുകൊണ്ട് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ട് നാളുകൾ ഏറെയായി. പല വകുപ്പ് മേധാവികളും ഉത്തരവ് നടപ്പിലാക്കാതെ ക്ലാസ് 4 ജീവനക്കാരുടെ പ്രൊമോഷൻ സാധ്യത അട്ടിമറിക്കുകയാണെന്ന് കേരള ഗവൺമെന്റ് ക്ലാസ് 4 എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന കമ്മിറ്റി നേതൃത്വം കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കോഴിക്കോട് വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ ഓഫീസിൽ ക്ലാസ് 4 ജീവനക്കാരുടെ പ്രൊമോഷൻ നിയമനവുമായി ബന്ധപ്പെട്ട നിരവധി ക്രമക്കേടുകൾ നടന്നിട്ടും DD ഒന്നും അറിഞ്ഞില്ലെന്ന ഭാവത്തിലാണെന്നും അവർ പറഞ്ഞു. പ്രത്യേകിച്ച് പുതുതായിട്ട് വന്ന ഒരു ഉത്തരവായതുകൊണ്ട് അത് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കേണ്ട ഒരു ബാധ്യത DDക്കാണല്ലോ. DD കൈയൊഴിയാണ് ചെയ്യുന്നത്. അത് പറ്റില്ല. അങ്ങനെയൊക്കെ ക്ലാസ് 4 ജീവനക്കാരുടെ വകുപ്പ് തല പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ക്ലാസ് 4 എംപ്ലോയീസ് യൂണിയൻ ഒക്ടോബർ 2-ന് നളന്ദ ഓഡിറ്റോറിയത്തിൽ കൺവെൻഷൻ ചേരും. ജില്ലാ കൺവെൻഷനിൽ ജില്ലയിൽ നടത്തേണ്ട സമരപരിപാടികൾക്ക് രൂപം നൽകും. സംസ്ഥാന പ്രസിഡന്റ് ബാലൻ, ജനറൽ സെക്രട്ടറി ടി എ ജയകുമാർ, സംസ്ഥാന സെക്രട്ടറി മെഹബൂബ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. 10ാമത് ഗുരു വീരശ്രീ സ്വാമി ഗുരുക്കൾ മെമ്മോറിയൽ ആയുർവേദ കളരി മർമ്മ ചികിത്സ ഏകദിന സെമിനാർ കോഴിക്കോട് നടന്നു. ഇന്ത്യയുടെ പാരമ്പര്യ മരുന്നുകൾക്ക് എല്ലാത്തിനുമുള്ള പരിഹാരം കണ്ടെത്താനുള്ള പ്രാപ്തിയുണ്ടെന്ന് സെമിനാറിൽ അഭിപ്രായപ്പെട്ടു. ഗുരു വീരശ്രീ സ്വാമി ഗുരുക്കളുടെ 10ാമത് മെമ്മോറിയലിനോടനുബന്ധിച്ച് ആയുർവേദ കളരി മർമ്മ ചികിത്സാ സെമിനാർ കോഴിക്കോട് ഹോട്ടൽ സ്പാനിൽ വെച്ച് നടന്നു. എറണാകുളം അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാർമിയോളജി സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ കലാധരൻ നായർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയുടെ പാരമ്പര്യ ചികിത്സാ രീതികളെക്കുറിച്ചും അവയുടെ കാലിക പ്രാധാന്യത്തെക്കുറിച്ചും ഇന്നത്തെ തലമുറ ശീലമാക്കേണ്ട ജീവിതശൈലിയെക്കുറിച്ചുമൊക്കെ അദ്ദേഹം പരാമർശിച്ചു. Importance of this Indian traditional medicine to consider it as a strategic sector that need to be nurtured and cultivated. തിരുവനന്തപുരം JNTB GRI സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ TG വിനോദ് കുമാർ, ട്രാവൻകൂർ മെഡിക്കൽ കോളേജ് ഓർത്തോപീഡിക്സ് പ്രൊഫസർ ഡോക്ടർ അയ്യപ്പൻ നായർ, ചൂണ്ടുമർമ്മ വിദഗ്ധൻ പ്രകാശൻ ഗുരുക്കൾ, കിഷോർ ഗുരുക്കൾ, കോഴിക്കോട് ഹിന്ദുസ്ഥാൻ കളരി സംഘം അംഗം ഡോക്ടർ ലാൽകൃഷ്ണ BAMS എന്നിവർ വിവിധ വിഷയങ്ങളിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. ഡോക്ടർ പ്രിയദർശൻ ലാൽ, സ്വാമി ശിവസ്വരൂപാനന്ദ തുടങ്ങിയവർ സെമിനാറിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. വിലക്കുറവിന്റെ പൂരവുമായി ഇന്ത്യയിലെ ആദ്യത്തെ പറക്കം ജ്വല്ലറി ഇതാ കേരളത്തിൽ. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും പ്രദർശനവും വിൽപ്പനയുമായി ജൂലൈ 9-ന് ശേഷം കോഴിക്കോട്ട് നിന്നും കേരളത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് പറക്കം ജ്വല്ലറി കടന്നുവരുന്നു. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി.
അണിഞ്ഞൊരുങ്ങൂ ജീവിതത്തിൻ അഴകിൽ. ജെംസ്റ്റോൺ ജ്വല്ലറി ഫെസ്റ്റിവൽ, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ. വാർത്തകൾ തുടരുന്നു. ജനസംഘത്തിലൂടെ വളർന്ന് ബിജെപിയിലൂടെ അധികാരത്തിലെത്തിയതുവരെയുള്ള ചരിത്രങ്ങൾ പ്രതിപാദിക്കുന്ന ഉപാധ്യയനം 2016 ചരിത്ര പ്രദർശനം മലബാർ ക്രിസ്ത്യൻ കോളേജിൽ ആരംഭിച്ചു. 25 വരെ തുടരുന്ന പ്രദർശനം കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ് ഉദ്ഘാടനം ചെയ്തത്. ദേശീയ കൌൺസിലിനോടനുബന്ധിച്ച് ചരിത്ര പ്രദർശനങ്ങൾ രണ്ടിടത്തായാണ് നടക്കുന്നത്. മലബാർ ക്രിസ്ത്യൻ കോളേജ് ഗ്രൌണ്ടിൽ പൊതുജനങ്ങൾക്കായും സ്വപ്നനഗരിയിൽ ദേശീയ കൌൺസിൽ അംഗങ്ങൾക്കായുമാണ് പ്രദർശനം. മലബാർ ക്രിസ്ത്യൻ കോളേജിൽ പ്രദർശനം കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. സംഘത്തിന്റെയും ഈ ബിജെപിയുടെയും പ്രധാനപ്പെട്ട പരിശ്രമം കേരളത്തിലുള്ള സമാധാന അന്തരീക്ഷം ഉണ്ടാക്കുകയാണ്. ഒരു ഭാഗം തീർച്ചയായിട്ടും സ്വച്ഛമാക്കാൻ പറ്റുമെങ്കിൽ മറ്റേ ഭാഗം ശരിയായ നിലയ്ക്ക് വരും എന്നാണ് എന്റെ വിശ്വാസം. ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കുമ്മൻ രാജശേഖരൻ, നളിൻ കുമാർ കട്ടീൽ MP, H. രാജ, P. K. കൃഷ്ണദാസ്, ശോഭ സുരേന്ദ്രൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ബിജെപിയുടെയും ഭാരതീയ ജനസംഘത്തിന്റെയും ചരിത്രവും നേതൃനിരയെ പരിചയപ്പെടുത്തുന്നതുമാണ് പ്രദർശനം. ജനസംഘത്തിന്റെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച അപൂർവ ചിത്രങ്ങൾ പ്രദർശനത്തിലുണ്ട്. 1967 കോഴിക്കോട്ടെ ജനസംഘം ദേശീയ സമ്മേളന ചിത്രങ്ങൾ സവിശേഷ ശ്രദ്ധയാകർഷിക്കുന്നു. കേരളീയ സംസ്കാരത്തിലെ മുഖമുദ്രകളായി മാറിയ കരകൌശല നിർമ്മാണങ്ങളും പ്രാചീന കാർഷിക ഉപകരണങ്ങളുടെ പ്രദർശനവും വ്യത്യസ്തത പുലർത്തുന്നു. ക്ഷീരോൽപ്പന്നങ്ങളും മുളയുൽപ്പന്നങ്ങളും തുടങ്ങി ആയുർവേദത്തെയും പ്രകൃതിജീവനത്തെയും അധികരിച്ചുള്ള ജീവിത സമ്പ്രദായത്തെയും പ്രദർശനം അവതരിപ്പിക്കുന്നു. 25 വരെ നീണ്ടു നിൽക്കുന്ന പ്രദർശനം പൊതുജനങ്ങൾക്ക് സന്ദർശിക്കാവുന്നതാണ്. ദളിത് പ്രശ്നങ്ങൾ ബിജെപി ദേശീയ കൌൺസിൽ ചർച്ച ചെയ്യണമെന്ന് അംബേദ്കർ ജനപരിഷത്ത് സംസ്ഥാന കമ്മിറ്റി. ഡിസംബർ 4 കോഴിക്കോട് ദേശീയ ദളിത് ആദിവാസി 1ാം വട്ടമേശ സമ്മേളനത്തിന് അംബേദ്കർ ജനപരിഷത്ത് നേതൃത്വം നൽകുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാജ്യത്താകമാനം ദളിത് ആദിവാസി സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളും വെല്ലുവിളികളും ഭീഷണികളും രാജ്യം ഭരിക്കുന്ന പ്രധാന കക്ഷി എന്ന നിലയ്ക്ക് കോഴിക്കോട് നടക്കുന്ന ബിജെപി ദേശീയ കൌൺസിൽ യോഗം ചർച്ച ചെയ്യണമെന്നും പരിഹാരം കാണണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ബിജെപി ദേശീയ പ്രസിഡന്റ് അമിത്ഷായ്ക്കും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അംബേദ്കർ ജനപരിഷത്ത് സംസ്ഥാന കമ്മിറ്റി മെമ്മോറാണ്ടം അയച്ചുകൊടുത്തതായി ഡോക്ടർ അംബേദ്കർ ജനപരിഷത്ത് സംസ്ഥാന നേതൃത്വം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കേന്ദ്രം ഭരിക്കുന്ന ബിജെപി നേതൃത്വം ആദിവാസി ജനതയുടെ പുതിയ വികസന പദ്ധതിയുടെ അജണ്ട ദേശീയ കൌൺസിൽ യോഗത്തിൽ ചർച്ച ചെയ്യണമെന്നും തീരുമാനങ്ങൾ ഉണ്ടാവണമെന്നും അവർ പറഞ്ഞു. ഈ 23, 24, 25 തീയതികളിൽ ദളിത് പ്രശ്നങ്ങൾ സജീവമായിട്ട് ബിജെപി നേതൃത്വ കൌൺസിൽ ചർച്ച ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. കേന്ദ്ര സർവീസിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും പട്ടികജാതി പട്ടികവർഗക്കാർക്കായി സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടത്തുക, സ്വകാര്യ മേഖലയിൽ സംവരണം നടപ്പിലാക്കുക തുടങ്ങി 10ഓളം ആവശ്യങ്ങളാണ് ഇവർ ഉന്നയിച്ചത്. വാർത്താസമ്മേളനത്തിൽ അംബേദ്കർ ജനപരിഷത്ത് സംസ്ഥാന പ്രസിഡന്റ് രാംദാസ് വേങ്ങേരി അടക്കമുള്ള നേതാക്കൾ പങ്കെടുത്തു. പ്രവാസികളെ മൊത്തത്തിൽ ബുദ്ധിമുട്ടിക്കുന്ന സർക്കാരാണ് ഇപ്പോൾ കേന്ദ്രത്തിൽ ഭരിക്കുന്നതെന്ന് INL സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രൊഫസർ AP അബ്ദുൽ വഹാബ്. നാഷണൽ പ്രവാസി ലീഗ് സംസ്ഥാന പ്രവർത്തക സംഗമം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാഷണൽ പ്രവാസി ലീഗ് സംസ്ഥാന പ്രവർത്തക സംഗമം സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ ചേർന്നു. INL സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രൊഫസർ AP അബ്ദുൽ വഹാബ് ഉദ്ഘാടനം ചെയ്തു. നമ്മളെ ഈ പ്രവാസികളെ ഭീകരമായി പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് അറിയുന്ന കാര്യം നമ്മൾ എത്രയോ പറഞ്ഞ ബഷീർ അഹമ്മദ് സാഹിബ് പറഞ്ഞ വാസ്തവമാണ്. കരിപ്പൂർ പ്രതിസന്ധി ഉണ്ടായ സമയത്ത് അതിൽ ഏറ്റവും അധിക വസ്തുതാപരമായി ഇടപെട്ടത് നമ്മളാണ്. INL സംസ്ഥാന സെക്രട്ടറി NK അബ്ദുൽ അസീസ്, INL ജില്ലാ സെക്രട്ടറി ഷർമദ് ഖാൻ എന്നിവർ സംസാരിച്ചു. നാഷണൽ പ്രവാസി ലീഗ് സംസ്ഥാന പ്രസിഡന്റ് T ബഷീർ അഹമ്മദ് അധ്യക്ഷം വഹിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. RSSന്റെ ആശയങ്ങളെയും ഹിന്ദുത്വ അജണ്ടയെയും എതിർക്കുന്നവരെയെല്ലാം ആക്രമിക്കുന്ന പ്രവണതയാണ് മോദി ഭരണത്തിനു കീഴിൽ കാണുന്നതെന്ന് പ്രമുഖ സാമൂഹ്യ പ്രവർത്തക ഷബ്നം ഹാഷ്മി. CITU ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ചു നടന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. തങ്ങളുമായി യോജിക്കാത്തവരെ ആക്രമിക്കുന്ന നയമാണ് RSSന്റേതെന്ന് സാമൂഹിക പ്രവർത്തക ഷബ്നം ഹാഷ്മി പറഞ്ഞു. CITU ജില്ലാ സമ്മേളനത്തിന്റെ മുന്നോടിയായി കോർപ്പറേറ്റ് വൽക്കരണം, വർഗീയത, തൊഴിലാളി വർഗം എന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. എഴുത്തുകാരും കവികളും സാധാരണക്കാരും ഈ അക്രമത്തിന് ഇരയായി. ചില പ്രസിദ്ധീകരണങ്ങളും നശിപ്പിച്ചു. ദേശീയതയുടെ പേരിൽ ഷാരൂഖ് ഖാനെയും അമീർ ഖാനെയും പോലുള്ള ചലച്ചിത്ര താരങ്ങൾ വേട്ടയാടപ്പെട്ടു. ലണ്ടനിൽ പോയി കണ്ണീര് പൊഴിക്കുന്ന നരേന്ദ്രമോദി ഗുജറാത്തിൽ 500ഓളം സൂഫി സെന്ററുകൾ ആക്രമിക്കപ്പെട്ടത് കാണുന്നില്ല. ഗുജറാത്തിൽ മുസ്ലിമുകൾ ഇല്ലാതാവുകയാണ്. 2002 ഗുജറാത്ത് വംശഹത്യയിൽ 2 ലക്ഷത്തോളം പേർ ഭവനരഹിതരായി. സ്ത്രീകളെ കൂട്ടബലാത്സംഗം ചെയ്തു. ദുരിതാശ്വാസ നിധിയിൽ നിന്ന് നരേന്ദ്രമോദി ഒന്നും നൽകിയിട്ടില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു. Whether we agree with them or not, we of course most of them are strongly opposed to that ideology. But people who had spent years building that party are now totally cornered, and there is only one voice, only one name which is heard
across within the party and outside the party and within the country. The RSS was formed in 1925 with the sole aim of making India into a Hindu Rashtra. ടൗൺ ഹാളിൽ നടന്ന പരിപാടിയിൽ കെ ചന്ദ്രൻ അധ്യക്ഷനായിരുന്നു. CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം, ചരിത്രകാരൻ ഡോക്ടർ KN ഗണേഷ്, ടി ദാസൻ, KT കുഞ്ഞിക്കണ്ണൻ, CP സുലൈമാൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ശരവണബാബയുടെ 37ാം ജന്മദിനം സെപ്റ്റംബർ 24-ന് മയിലാടിക്കുന്ന് ശരവണഭവ മഠത്തിൽ നടക്കും. പതിവ് പോലെ നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും തദവസരത്തിൽ നടക്കുമെന്ന് മഠം സാരഥികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ശരവണഭാവയുടെ 37ാമത് ജന്മദിനാഘോഷത്തോടനുബന്ധിച്ച് സെപ്റ്റംബർ 24 ശനിയാഴ്ച രാവിലെ 9 മണിക്ക് കോഴിക്കോട് മയിലാടിക്കുന്ന് ശരവണഭാവ മഠത്തിൽ വെച്ച് വിവിധ സേവന പ്രവർത്തനങ്ങളുടെ ആഘോഷിക്കും. ഇതിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിലെ സേവന പ്രവർത്തനങ്ങളുടെ ഔപചാരിക ഉദ്ഘാടനം MP റിച്ചാർഡ് ഹേ നിർവഹിക്കും. കോർപ്പറേഷൻ മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ അധ്യക്ഷം വഹിക്കും. മുൻ കൌൺസിലർ ശ്രീകുമാർ, ശരവണഭവ ജ്ഞാനകേന്ദ്രം സ്കൂൾ ചെയർമാൻ പ്രൊഫസർ രാമനാഥ് നാരായണസ്വാമി, ട്രസ്റ്റി N വാസുദേവൻ, TS മുരളീധരൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിക്കും. സദ്ഗുരു ശരവണഭാവയുടെ മാതാവിനെ ചടങ്ങിൽ ആദരിക്കും. ഭവന നിർമ്മാണ സഹായം, വിദ്യാധന സഹായം, വൈദ്യധന സഹായം, തയ്യൽ മെഷീൻ, വസ്ത്ര വിതരണം, പലവ്യഞ്ജന കിറ്റ്, വൃക്ഷത്തൈ വിതരണം എന്നിവയും ചടങ്ങിൽ നടക്കുമെന്നും സംഘാടകർ അറിയിച്ചു. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. വിലക്കുറവിന്റെ പോരുവുമായി ഇന്ത്യയിലെ ആദ്യത്തെ പറക്കം ജ്വല്ലറി ഇതാ കേരളത്തിൽ. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും പ്രദർശനവും വിൽപ്പനയുമായി ജൂലൈ 9-ന് ശേഷം കോഴിക്കോട്ട് നിന്നും കേരളത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് പറക്കം ജ്വല്ലറി കടന്നുവരുന്നു. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. അണിഞ്ഞൊരുങ്ങൂ ജീവിതത്തിൻ അഴകിൽ. ജെംസ്റ്റോൺ ജ്വല്ലറി ഫെസ്റ്റിവൽ, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ. വാർത്തകൾ തുടരുന്നു. സലീല ടീച്ചറും ലിറ്റിൽ ബിഗ് സ്റ്റെപ്സും ഒരുമിച്ചപ്പോൾ കപ്പക്കൽ പ്രദേശത്തെ ഒരു കൂട്ടം വീട്ടമ്മമാർക്ക് ലഭ്യമായത് സ്വയം തൊഴിലും വരുമാനവുമാണ്. കാർമൽ ഗാർമെന്റ്സിന്റെ തയ്യൽ കേന്ദ്രം മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നിർധനരായ വീട്ടമ്മമാർക്ക് സ്വന്തമായൊരു വരുമാനം കണ്ടെത്താനുള്ള വഴിയൊരുക്കി സെന്റ് ജോസഫ് ആംഗ്ലോ ഇന്ത്യൻ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനികൾ. കപ്പക്കൽ ഗവൺമെന്റ് LP സ്കൂളിന്റെ പരിസരത്തുള്ള സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനം നൽകി സ്വന്തം സംരംഭം നടത്താനുള്ള സൌകര്യമാണ് സ്കൂളിന്റെ സാമൂഹിക സേവന ക്ലബ്ബായ ലിറ്റിൽ ബിഗ് സ്റ്റെപ്സിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയത്. കഴിഞ്ഞ വർഷം വിദ്യാർത്ഥിനികൾ കപ്പക്കലിൽ സർവേ നടത്തിയിരുന്നു. ആരോഗ്യവതികളായ വീട്ടമ്മമാർ വെറുതെ ഇരിക്കുന്നുവെന്നും ഇവർക്ക് വരുമാന മാർഗമുണ്ടായാൽ ജീവിത നിലവാരം മെച്ചപ്പെടുന്നുവെന്നും മനസ്സിലാക്കിയാണ് തൊഴിൽ പരിശീലനം നൽകാൻ തീരുമാനിച്ചത്. ഈ വർഷം 10 സ്ത്രീകൾക്ക് തയ്യൽ പരിശീലനം നൽകി. കപ്പക്കലിൽ സ്കൂളിന്റെ ലൈബ്രറിയുടെ ഒരു ഭാഗം 6 മാസത്തേക്ക് ഇവരുടെ സംരംഭമായ കാർമൽ ഗാർമെന്റ്സിന് വിട്ടു നൽകി. അടിവസ്ത്രങ്ങൾ, നൈറ്റി, സാരി, ബ്ലൌസ് എന്നിവ തയ്ച്ച് വിപണിയിലെത്തിക്കും. 6 മാസത്തിനുള്ളിൽ നല്ല വരുമാനമുണ്ടാക്കി വാടക കെട്ടിടത്തിലേക്ക് മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത്. അധ്യാപികയായ സലില ബാലകൃഷ്ണനാണ് സാമൂഹിക സേവന ക്ലബിന് നേതൃത്വം നൽകുന്നത്. 120 വിദ്യാർത്ഥിനികൾ അംഗങ്ങളാണ്. സംരംഭത്തിന്റെ ഉദ്ഘാടനം മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ നിർവഹിച്ചു. എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് എല്ലാ നിലയ്ക്കും ഉന്നത നിലവാരം പുലർത്തുന്ന കുട്ടികളാണ് സെന്റ് ജോസഫ് ആംഗ്ലോ ഇന്ത്യൻ സ്കൂളിൽ. അപ്പം ആ കുട്ടികൾക്ക് അവിടെ ഒരു സർവേ നടത്താൻ ഇവിടെ തന്നെ തോന്നിയത് ഒരു ഭാഗ്യമായിട്ട്, ഒരു പക്ഷേ ഈ പ്രദേശത്തുകാരെ നിങ്ങളുടെ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നത് ഒരു തുടക്കമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. PTA വൈസ് പ്രസിഡന്റ് അബ്ദുൾ സമദ് അധ്യക്ഷം വഹിച്ചു. കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ M രാധാകൃഷ്ണൻ, വാർഡ് കൌൺസിലർ CK സീനത്ത്, സിസ്റ്റർ റോസി ജോസഫ്, പ്രിൻസിപ്പൽ മെരിയ നിധിഷ, രമാദേവി CH, യൂനിസ്, TK സോമസുന്ദരൻ, S ആര്യ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. 1967 കോഴിക്കോട് നടന്ന ജനസംഘം ദേശീയ സമ്മേളനത്തിന്റെ സ്മരണയിലാണ് BJP ദേശീയ സമ്മേളനം കോഴിക്കോട് നടക്കുന്നത്. ദീനദയാൽ ഉപാധ്യായയുടെ സ്മരണകളാണ് സമ്മേളനത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. ദീൻദയാൽ ഉപാധ്യായയുടെ ജന്മശതാബ്ദി വർഷമാണിത്.
അദ്ദേഹം ദേശീയ അധ്യക്ഷ പദവി ഏറ്റെടുത്തിട്ട് 50 വർഷം തികയുന്നു. കോഴിക്കോട്ടെ സമ്മേളന വേദിയിൽ ദേശീയ പ്രസിഡന്റായതിന്റെ 41 ദിവസം അദ്ദേഹം ലോകത്തോട് വിട പറഞ്ഞു. ഉത്തർപ്രദേശിലെ മുഗൾസാരായ് റെയിൽവേ സ്റ്റേഷനിൽ അദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ദീൻദയാലിന്റെ ഏകാത്മ മാനവ ദർശനം BJP ഊന്നൽ നൽകുന്ന പ്രവർത്തന രീതിയാണ്. സമൂഹത്തിലെ ഏറ്റവും അടിത്തട്ടിലുള്ളവരെ ഉയർത്താനുള്ള അന്ത്യോദയ പദ്ധതികൾ ദീൻദയാലിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അദ്ദേഹം പങ്കെടുത്ത കോഴിക്കോട്ടെ സമ്മേളനത്തെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന പഴയ ജനസംഘ പ്രവർത്തകർ ഇവിടെ ഇപ്പോഴുമുണ്ട്. ദീപ്തമായ ഓർമ്മയിലും BJPയുടെ ദേശീയ സമ്മേളനം കോഴിക്കോട്ടെത്തുമ്പോൾ അവർക്ക് സംതൃപ്തിയുണ്ട്. 1967 സമ്മേളനത്തെ പ്രതിനിധിയായിരുന്ന ചേറ്റൂർ ബാലകൃഷ്ണൻ ഇത്തവണയും കൌൺസിൽ അംഗമായി സമ്മേളനത്തിനുണ്ട്. കോഴിക്കോട് സാമൂതിരി ഹൈസ്കൂളിലായിരുന്നു അന്നത്തെ സമ്മേളനം. ദീൻദയാൽ ഉപാധ്യായക്ക് പുറമെ അടൽ ബിഹാരി വാജ്പേയി, LK അദ്വാനി, ജഗന്നാഥ റാവു ജോഷി അങ്ങനെ ഒരു നീണ്ട നിര തന്നെ അന്നത്തെ സമ്മേളനത്തിനുണ്ടായിരുന്നു. സാമൂതിരി ഗുരുവായൂരപ്പൻ കോളേജിലെ പൂർവാധ്യാപകർ ഓണക്കാല കുടുംബ സംഗമം സംഘടിപ്പിച്ചു. കോളേജ് റിട്ടയർഡ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന പരിപാടി പൂർവ്വ വിദ്യാർത്ഥി ഡോക്ടർ KP മോഹനൻ ഉദ്ഘാടനം ചെയ്തു. 1970 മുതൽ സാമൂതിരി ഗുരുവായൂരപ്പൻ കോളേജിൽ നിന്നും റിട്ടയർഡ് ചെയ്ത അധ്യാപകർ ഒത്തുചേർന്നു. ഓണക്കാല കുടുംബ സംഗമമായിരുന്നു അത്. സാമൂതിരി ഗുരുവായൂരപ്പൻ കോളേജ് റിട്ടയർഡ് ടീച്ചേഴ്സ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന പരിപാടി ഉദ്ഘാടനം ചെയ്തത് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി ഡോക്ടർ KP മോഹനായിരുന്നു. ഒപ്പം വിശിഷ്ടാതിഥിയായി സുരേന്ദ്രനാഥും എത്തിയിരുന്നു. നിരവധി വർഷമായി ഈ കൂട്ടായ്മയിൽ ആഘോഷവേളകളിൽ ഇത്തരം ഒത്തുചേരൽ സംഘടിപ്പിച്ചു വരുന്നു. ആഘോഷങ്ങളുടെ ഒത്തുചേരൽ വ്യത്യസ്തമായ രീതിയിൽ പൂർവ്വ വിദ്യാർത്ഥികളാണ് ഉദ്ഘാടനം ചെയ്യാറുള്ളത്. ചടങ്ങിൽ പ്രൊഫസർ പുഷ്പാദേവി അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ P രാഘവൻ, പ്രൊഫസർ ഗോകുലചന്ദ്രൻ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സമൂഹത്തിന്റെ ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്ത് മാറ്റത്തിന് തുടക്കം കുറിക്കാൻ അംഗനവാടികൾക്ക് സാധിച്ചിട്ടുണ്ടെന്ന് മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ. പയ്യാനക്കൽ അക്ഷര അംഗനവാടിയുടെ 2 നില കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട് കോർപ്പറേഷൻ പയ്യാനക്കൽ വാർഡിൽ 23 വർഷം മുമ്പ് ആരംഭിച്ചതാണ് അക്ഷര അംഗനവാടി. തുടക്കത്തിൽ പല വീടുകളിലായി നടത്തിപ്പോന്ന അംഗനവാടിക്ക് കോർപ്പറേഷന്റെയും നാട്ടുകാരുടെയും വാർഡ് കൌൺസിലർമാരുടെയും സഹായത്തോടെ എല്ലാവിധ സൌകര്യങ്ങളോടും കൂടിയ 2 നില കെട്ടിടം സ്വന്തമായിരിക്കുകയാണിപ്പോൾ. കോഴിക്കോട് കോർപ്പറേഷൻ മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ കെട്ടിടത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. സമൂഹത്തിന്റെ ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്ത് മാറ്റത്തിന് തുടക്കം കുറിക്കാൻ അംഗനവാടികൾക്ക് കഴിയുന്നുണ്ടെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ആരോഗ്യത്തിലും വിദ്യാഭ്യാസത്തിലും, അതായത് ചെറിയ തുടക്കം കുറിക്കാനുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതിലുള്ളതാണ് ഈ അംഗനവാടി. വളരെ സുദീർഘമായ നിലയിൽ ഒട്ടുമിക്ക അംഗനവാടികൾ ഇന്ന് പ്രവർത്തിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. വലിയൊരു മാറ്റം നാട്ടുകാർ കൂടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. ചടങ്ങിൽ മുൻ കൌൺസിലർമാരെ ആദരിക്കൽ, പ്രവൃത്തി പരിചയമേളയിൽ സംസ്ഥാന തലത്തിൽ 1ാം സ്ഥാനം നേടിയ പൂർവ്വ വിദ്യാർത്ഥി ഫഹദിനെ ആദരിക്കൽ, 10ാം ക്ലാസ്സിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ പൂർവ്വ വിദ്യാർത്ഥികളെ ആദരിക്കൽ, ഫുട്ബോളിൽ ഡൽഹി ഡൈനാമോസ് ടീമിലേക്ക് സെലക്ഷൻ കിട്ടിയ പൂർവ്വ വിദ്യാർത്ഥി സൽമാൻ ഫാരിസിനെ ആദരിക്കൽ, കോൽക്കളിയിൽ പങ്കെടുത്ത് ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ പൂർവ്വ വിദ്യാർത്ഥികളെ ആദരിക്കൽ, അംഗനവാടി ജീവനക്കാരായ ഗീത, കമല എന്നിവരെ ആദരിക്കൽ തുടങ്ങിയവയും നടത്തി. വാർഡ് കൌൺസിലർ K നജ്മ അധ്യക്ഷത വഹിച്ചു. KT അലവി, ഡെപ്യൂട്ടി മേയർ മീര ദർശക്, ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ അനിത രാജൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M രാധാകൃഷ്ണൻ, രഞ്ജിനി P, M ബിജുലാൽ, അഡ്വക്കേറ്റ് CK സീനത്ത്, P അനിത, മേലടി നാരായണൻ, പ്രിയകുമാർ, P പുഷ്പ, K കരുണൻ എന്നിവർ സംസാരിച്ചു. KG ഹർഷന്റെ ഓർമ്മയ്ക്കായി ഏർപ്പെടുത്തിയ പ്രഥമ KG ഹർഷൻ പുരസ്കാരം ആർട്ടിസ്റ്റ് സുജാതന് നൽകും. സെപ്റ്റംബർ 27 ചേളന്നൂരിൽ നടക്കുന്ന ചടങ്ങിൽ സിനിമാ നാടക പ്രവർത്തകൻ ഹരീഷ് പേരാടി അവാർഡ് സമ്മാനിക്കും. ചിത്രകാരൻ, മേക്കപ്പ് ആർട്ടിസ്റ്റ്, കോസ്റ്റ്യൂമർ, കലാസംവിധായകൻ, നാടക ഫിലിം സംവിധായകൻ തുടങ്ങി കലയുടെ സമഗ്ര മേഖലകളിലും വ്യക്തിമുദ്ര പതിപ്പിച്ച KG ഹർഷന്റെ ഓർമ്മയ്ക്ക് ഏർപ്പെടുത്തിയ പ്രഥമ KG ഹർഷൻ പുരസ്കാരം ആർട്ടിസ്റ്റ് സുജാതന് നൽകും. കലാമണ്ഡലം സത്യവ്രതൻ, അനിൽ GS, ഷിബു മുത്താട്ട്, ഗിരീഷ് PC പാലം, സുബീഷ് KG, പ്രതീഷ് KG, പ്രദീപ് കുമാർ, സായി ജ്യോതി, ഹമേഷ് KG തുടങ്ങിയവരടങ്ങിയ കമ്മിറ്റിയാണ് അവാർഡ് നിർണയിച്ചത്. 10,001 രൂപയും ശില്പവും അടങ്ങിയ പുരസ്കാരം സെപ്റ്റംബർ 27 ചേളന്നൂരിൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനത്തിൽ സിനിമാ നാടക പ്രവർത്തകൻ ഹരീഷ് പേരടി സമ്മാനിക്കും. പഞ്ചായത്ത് പ്രസിഡന്റ് T വത്സല അധ്യക്ഷം വഹിക്കുന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി, പ്രശസ്ത സിനിമാ താരം മേഘനാഥൻ എന്നിവർ മുഖ്യാതിഥിയായി പങ്കെടുക്കുമെന്നും സംഘാടകർ അറിയിച്ചു. ഇനി ബിസിനസ് വാർത്തകൾ. മികച്ച ബ്രാൻഡുകളുടെ പുതിയ കളക്ഷനുമായി V4U ബാഗ്സിന്റെ പുതിയ ഷോറൂം കോഴിക്കോട്. ബാഗുകളുടെയും ബെൽറ്റുകളുടെയും വാലറ്റുകളുടെയും അത്ഭുതപ്പെടുത്തുന്ന ശേഖരമാണ് ഷോറൂമിലുള്ളത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കായി ആകർഷകമായ ആനുകൂല്യങ്ങളുമുണ്ട്.
ലോകോത്തര ബ്രാൻഡുകളുടെ പുതുപുത്തൻ ശ്രേണിയുമായി V4U ബാഗ്സിന്റെ പുതിയ ഷോറൂം കോഴിക്കോട് MP റോഡിൽ പ്രവർത്തനം തുടങ്ങി. നിരവധി വിവിധ ബ്രാൻഡുകളുടെ ബാഗുകളും പേഴ്സുകളും ബെൽറ്റുകളും മൊത്തമായും ചില്ലറയായും വിൽപ്പനയ്ക്കായി ഒരുക്കിയിട്ടുണ്ട്. മറ്റ് ഉൽപ്പന്നങ്ങളോടൊപ്പം തങ്ങളുടെ സ്വന്തം ബ്രാൻഡായ V4U ബാഗുകളുടെയും VKCയുടെ വാക്രൂ ബാഗുകളുടെയും വിൽപ്പനയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായി മാനേജിംഗ് ഡയറക്ടർ അരുൺകുമാർ പറഞ്ഞു. ഞങ്ങൾ ഇവിടെ പ്രധാനമായും മാർക്കറ്റ് ചെയ്യുന്നത് ഞങ്ങളുടെ സ്വന്തം ബ്രാൻഡായ V4U ബാഗ്സും അതുപോലെ തന്നെ VKCയുടെ ബ്രാൻഡായ വാക്രൂ ബാഗുകളുമാണ്. അതോടൊപ്പം തന്നെ സ്പേസ്, ഒയാസിസ് എന്നീ ബാഗുകളും ഞങ്ങൾ ഇവിടെ മൊത്തമായും ചില്ലറയായും വിൽക്കുന്നുണ്ട്. ഗുണമേന്മയും വിലക്കുറവും അതുപോലെ തന്നെ സർവീസും ഞങ്ങളുടെ പ്രത്യേകതയാണ്. സ്പേസസ്, ഒയാസിസ്, അമേരിക്കൻ ടൂറിസ്റ്റർ, വൈൽഡ് ക്രാഫ്റ്റ് എന്നിവയും ലേഡീസിന്റെ മികച്ച ബ്രാൻഡുകളും ഷോറൂമിലുണ്ട്. ജെന്റ്സ് വാലറ്റ്, ലേഡീസ് വാലറ്റ്, ബെൽറ്റുകൾ തുടങ്ങിയവയുടെ വിവിധ വില നിലവാരത്തിലുള്ള വ്യത്യസ്ത മോഡലുകൾ V4U ബാഗ്സിന്റെ പുതിയ ഷോറൂമിൽ ലഭ്യമാണ്. സ്കൂൾ, ട്രാവലിംഗ്, ട്രോളി ബാഗുകളുടെ നീണ്ട നിര തന്നെ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട്. ഗുണമേന്മ നോക്കുമ്പോൾ വില കുറവാണെന്നതും കണ്ണഞ്ചിപ്പിക്കുന്ന മോഡലുകളും ഷോറൂമിന്റെ മാത്രം പ്രത്യേകതയാണ്. V4U ബാഗ്സ്, ന്യൂ ബസാർ, MP റോഡ്, കാലിക്കറ്റ്. ഫോൺ 8589042212. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടതുപക്ഷത്തിന് ബദലായി BJP വളരുമെന്ന് ദേശീയ നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് PS ശ്രീധരൻ പിള്ള. പരസ്യ ബോർഡുകൾ മലിനീകരണത്തിന് കാരണമാകരുതെന്ന് മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ. ഓക്ക് വാർഷിക സമ്മേളനം കോഴിക്കോട്. ഗുരുദേവന്റെ 89ാം സമാധി ദിനാചരണം. ജില്ലയിൽ വിവിധ പരിപാടികൾ. വാർത്തകളുടെ ഈ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.